നമസ്കാർ, വണക്കം, ഡിങ്ക നമസ്കാരം. വിശ്വാസികൾ നിങ്ങളടുത്തോട്ട് വരുമ്പോൾ ഒരു വിശ്വാസിയെ, ഒരു ഇസ്ലാമിസ്റ്റിനെ പെട്ടെന്ന് തന്നെ ഡീബങ്ക് ചെയ്യാനുള്ള ചില ചെപ്പടി വിദ്യകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചില ബേസിക് അറബിക് വാക്കുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് മുർത്തദ്. ആരാണ് മുർത്തദ്? മുർത്തദ് അഥവാ എക്സ് മുസ്ലിം, അതായത് മുസ്ലിമായിട്ടും ഇസ്ലാം മതം വിട്ട ആൾക്കാരാണ് മുർത്തദ് എന്ന് പറയാം. മുർത്തദ് ആയിട്ട് ആദ്യമായിട്ട് കണക്കാക്കുന്നത് അബ്ദുല്ലാഹിബിനു സാദ് ഇബിനു അബീസറിനെയാണ് ആദ്യമായിട്ട് മുർത്തദായി കണക്കാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ പുള്ളിക്കാരൻ ഉസ്മാൻ എന്ന് പറയുന്ന നബിയുടെ അനുയായിൻ്റെ അടുത്ത് പോവുകയും ഉസ്മാൻ്റെ അടുത്ത് അഭയം തേടുകയും ചെയ്തു. അപ്പോൾ ഉസ്മാൻ പുള്ളിക്കാരന് വേണ്ടിയിട്ട് വസിയത്തായി വന്നപ്പോൾ, അതായത് പുള്ളിക്കാരന് ജാമ്യം നിൽക്കാൻ വന്നപ്പോൾ മുഹമ്മദിനെ കൊല്ലാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷേ കൊല്ലാൻ പറ്റാത്തിൽ മുഹമ്മദിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബുഖാരിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. നമ്മുടെ ഖുർആൻ പ്രധാനപ്പെട്ടിട്ട് നമ്മുടെ ഈ ഇസ്ലാമിനെ അളക്കുന്നത് ഖുർആനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം. രണ്ടാമത്തത് ഹദീസാണ്. ഹദീസ് എന്ന് ഖുർആൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നുള്ളതാണ്. അതിന് പിന്നെ വിശുദ്ധ ഖുർആൻ, ഖുർആൻ കരീം, ഖുർആൻ ഷെരീഫ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷെരീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിരിക്കെ എന്തോ ആവട്ടെ, രണ്ടാമത്തത് ഹദീസാണ്. ഹദീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദിൻ്റെ ജീവിതചര്യയും പറഞ്ഞതും ചെയ്തതും മൗനാനുവാദങ്ങളെയുമാണ് ഹദീസ് എന്ന് പറയാം. ഈ ഹദീസുകൾ 6 ഉണ്ട്. അതായത് കുറേ കള്ള ഹദീസൊക്കെ പിൽക്കാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ 6 പുസ്തകങ്ങളെ ഏറ്റവും ഒതൻറ്റിക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. 200 വർഷം മുന്നേ അൽബാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകരിച്ച് ഈ 5 ഏറ്റവും വാലിഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ 5 ഞാൻ ക്രൊണോളജിക്കൽ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള സാധനമാണ് ബുഖാരി. അത് കഴിഞ്ഞിട്ട് മുസ്ലിം. ബുഖാരി എന്ന് പറയുന്ന ഹദീസ് ക്രോഡീകരിച്ച ആൾ എഴുതിയതാണ് ബുഖാരിയുടെ പുസ്തകങ്ങൾ. അത് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള നബിയുടെ ഹദീസുകളെന്നാണ് മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത്. രണ്ടാമത്തതാണ് മുസ്ലിമിൻ്റെ ഹദീസുകൾ. ഇവർ രണ്ടാളും ഉദ്ധരിക്കുന്ന ഹദീസുകളാണ് സ്വഹീഹ്, അതായത് ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ 2 പേര് ഉദ്ദേശിച്ച ഹദീസുകളെയാണ്. അപ്പോൾ ബുഖാരി, മുസ്ലിം മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും അംഗീകരിക്കുന്ന 2 പണ്ഡിതന്മാരാണ്, ഹദീസുകളാണ്. പിന്നുള്ളത് ഇബ്നു മാജ ഉണ്ട്. ഇബ്നു മാജയ്ക്ക് അവസാനമായിട്ട് വരുന്നത്. അതിനൊക്കെ മുന്നായിട്ട് സുന്നനു നസായി എന്ന് പറയുന്ന അഹമ്മദ് നസായി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്ന ഹദീസ് ക്രോഡീകരിക്കുന്ന ആൾ എഴുതിയ പുസ്തകമാണ് 3ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിയിട്ടുള്ള പുസ്തകം ഹദീസുകളുടെ കാര്യത്തിൽ. 4ാമത് വരുന്നതാണ് തിർമിദി എന്ന് പറയുന്ന ആൾ. തിർമിദി പറയുന്ന ആൾ. തിർമിദിയാണ് അബൂദാവൂദാണെന്ന് അറിയില്ല, എന്തായാലും ആയിക്കോട്ടെ, അബൂദാവൂദിനെ കൂട്ടാം. അബൂദാവൂദ് എഴുതിയ പുസ്തകങ്ങളാണ്, ഹദീസുകളാണ്. അതായത് അബൂദാവൂദ് ഒതൻറ്റിക് എന്ന് പറയുന്ന ക്രോഡീകരിച്ച് വെച്ച പുസ്തകമുണ്ട് അബൂദാവൂദിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഹദീസുകളുടെ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ളത്. 5ാമത്തത് തിർമിദിയാണ്. തിർമിദിൻ്റെ ഹദീസുകളാണ് ഏറ്റവും ഒതൻറ്റിക്കായിട്ട് കാണുന്നത്. അതായത് തിർമിദിൻ്റെ ഹദീസുകളല്ല, തിർമിദി ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ള ഹദീസുകൾ, കമ്പൈൽ ചെയ്തിട്ടുള്ള ഹദീസുകൾ. 6ാമത്തതാണ് ഇബ്നു മാജ. അപ്പോൾ ഈ 5 ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ബുഖാരി, മുസ്ലിം. ഏറ്റവും കുറവുള്ളതാണ് ഇബ്നു മാജ. എന്തോ ആയിക്കോട്ടെ, ഈ 5 ആൾക്കാരെയും ഈ 5 പണ്ഡിതന്മാർ ക്രോഡീകരിച്ച പ്രവാചകൻ്റെ ഹദീസുകളും ഒതൻറ്റിക്കാണ് എന്ന് തന്നെയാണ്, സ്വഹീഹാണ് എന്ന് തന്നെയാണ് അൽബാനി 200 വർഷം മുന്നേ ഹദീസുകൾ റിസർച്ച് നടത്തിയിട്ടുള്ള വലിയ പണ്ഡിതൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബുഖാരീൻ്റെ ഹദീസ് 6922 6/9/22 ബുഖാരീൻ്റെ ഹദീസിൽ പറയുന്നത് ഒന്നുമില്ല, ഫുൾ ഹദീസൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, സ്വഹീഹാണ്. അതിൽ അവസാനത്തെ വാചകം പറയുന്നത് മൻ ദീനഹു ഫഖ്തുലൂഹ്, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹ്. അതായത് ആര് ഈ ദീൻ വിട്ടോ, ആര് മതം വിട്ടോ അവരെ കൊല്ലുക എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ ദീനെന്ന് ഉദ്ദേശിക്കുന്നത്, ദീനാണ് അറബി മതത്തിൻ്റെ. അപ്പോൾ ഇവിടെ ദീനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഹമ്മദിൻ്റെ മതം, ഇസ്ലാം തന്നെയാണ്.
അപ്പോൾ മൻ ബദ്ദല ദീൻഹു ഫഖ്തുലൂഹ് എന്ന് പറഞ്ഞത് ദീൻ വിട്ടവരെ കൊല്ലണം എന്ന് തന്നെയാണ് പച്ച പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ എല്ലാ മുർത്തതുകളും, അതായത് എല്ലാ മുസ്ലിംസിനെയും കൊല്ലേണ്ടതാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇനി ഈ ജനറലി അത്തയിസ്റ്റുകളെ നമ്മൾ പറയുന്നത്, അതായത് മുസ്ലിങ്ങളല്ലാത്ത അത്തയിസ്റ്റുകൾ, ജനറൽ അത്തയിസ്റ്റ് സർക്കിളിനെ പറയുന്നത് മുൽഹിദ്. മുൽഹിദ് എന്ന് പറയുന്നുണ്ട് ചില ഹദീസുകളിൽ. അതായത് ഈ ഒരു ബുഖാരി ഉദ്ദേശിച്ച 6922 ആ ഹദീസിൽ മുൽഹിദ്, അതായത് ഈ അത്തയിസം എന്നുള്ള ജനറൽ സയൻസിൽ ജനദിക്ക എന്നും പറയുന്നുണ്ട്, ജനദിഖത്ത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ ഈ എക്സ് മുസ്ലിംസിനെ ഈ ഗണത്തിൽ പെടുത്താറില്ല പൊതുവെ. എക്സ് മുസ്ലിം മുർത്തതായിട്ടാണ് വരുന്നത്. ജനദിക്ക, മുൽഹിദ് എന്ന് പറയുന്ന ആൾക്കാർ അത്തയിസ്റ്റുകളാണ്. അത് ദൈവമില്ലാന്ന് അംഗീകരിക്കുന്ന ഇസ്ലാമിൽ പെടാത്ത ആൾക്കാരെയാണ് പൊതുവെ പറയലുള്ളത്. ഇസ്ലാമിൽ ജനിച്ച ഇസ്ലാം വിട്ടവരെ മുർത്തദ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി കാഫിർ, കാഫിർ എന്നുള്ള വേർഡ് അത് കുഫർ, അതായത് സത്യനിഷേധം എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ സത്യനിഷേധികൾ എന്നാണ് കാഫിറിൻ്റെ മലയാളം തർജുമ. അപ്പോൾ ഈ സത്യനിഷേധികൾ സത്യത്തിൽ എല്ലാവരും സത്യനിഷേധികളാണ്. അതായത് മുർത്തദും മുൽഹിദും അത്തയിസ്റ്റും എക്സ് മുസ്ലിമും ബഹുദൈവ വിശ്വാസികൾ, അതാണ് ബഹുദൈവ വിശ്വാസികളാണ് ശരിക്കും അടുത്തത് ഞാൻ പറയാൻ വെച്ചത് എന്നൊരു ഇതിൽ തന്നെ പറയാം. ശരിക്കും ഈ ബഹുദൈവ വിശ്വാസികൾ, അതായത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരെയാണ് മുശ്രിക്കുകൾ എന്ന് പറയുക. അപ്പോൾ അത്തയിസ്റ്റുകൾ ശരിക്കും മുശ്രിക്കുകളല്ല. ഓക്കെ, അപ്പോൾ മുശ്രിക്ക് എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഹിന്ദു മുശ്രിക്കാണ്. കാരണം അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തിനാണ് ആരാധിക്കുന്നത്. ഓക്കെ, അള്ളാഹു അല്ലാതെ വേറെ ദൈവമുണ്ടെന്ന് അംഗീകരിക്കുന്നവരെ, ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്ന് അംഗീകരിക്കുന്നവരെയാണ് മുശ്രിക്കുകൾ എന്ന് പറയുക. ആ ഒരു ഗണത്തിൽ പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ 3 യഹോവ, ജീസസ്, നമ്മുടെ പരിശുദ്ധാത്മാവ്, ജീസസ്, മറിയം, ഇവരൊക്കെ ആരാധിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈ ഗണത്തിൽ മുസ്ലിങ്ങൾ പെടുത്തുന്നുണ്ട്. അതേമാതിരി പലരും പടച്ചോനിൽ പങ്ക് ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഗണത്തിൽ പെടുത്തുന്നുണ്ട്. അപ്പോൾ ഹിന്ദുസ്, ക്രിസ്ത്യൻസൊക്കെ ഈ ഗണത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെടുന്നത്. മുഷിരിക്ക്, അതായത് ഷിർക്ക് എന്നുള്ള വാക്കുന്നാണ് വരുന്നത്. ഷിർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്ക് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷിർക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ മുഷ്രിഖ് എന്ന് പറയുക, മുഷ്രിഖ് ഖ എന്ന് പറയാം, മുഷ്രിഖ് എന്ന് പറയാം. അപ്പോൾ ഇവരൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടമാണ് കാഫിർ എന്ന് പറയുന്നത്. കാഫിർ ഒരു ജനറൽ ടേമാണ്. അതായത് കാഫിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഫർ എന്നുള്ള വാക്കുന്നതാണ്, നിഷേധം എന്നുള്ളതിലാണ് കാഫിർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കാഫിറിൻ്റെ മലയാള തർജുമ എന്ന് പറയുന്നത് സത്യനിഷേധി എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് സത്യം, അത് അംഗീകരിക്കാത്ത എല്ലാവരും കാഫിറുകളാണ്. അപ്പോൾ ഇൻ ജനറൽ സെൻസ് ഓൾ മുർത്തദ്സ്, ഓൾ മുൽഹിദ്സ്, ഓൾ മുഷ്രിഖ്സ് ആർ കാഫിർസ്, ബട്ട് ഓൾ കാഫിർസ് ആർ നോട്ട് മുഷ്രിഖ്സ്. എല്ലാ കാഫിറുകളും മുഷ്രിക്കുകളല്ല, എല്ലാ കാഫിറുകളും മുർത്തദുകളല്ല. കാരണം ഈ എല്ലാ കാറ്റഗറിയും പെടുന്ന ആൾക്കാരാണ് കാഫിർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി എല്ലാവരും കാഫിർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിന് മൊല്ലാക്കന്മാർ മുഷ്രിഖ്, ഷിർക്ക് എന്നൊന്നും പറഞ്ഞ് ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല ന്യൂസ് ചാനലിലും. അതിലൊന്നും പെട്ടുപോകാതെ നോക്കുക. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് കാഫിറുകളെല്ലാം മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം തൗബ എന്ന് പറയുന്ന സൂറത്തിൽ പറയുന്നത് 9:5 പറയുന്നത് അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത്. കണ്ടെടുത്ത് വെച്ച് നേരിട്ട് കൊന്നാൽ മാത്രം പോരാ, ഒളിഞ്ഞിരിഞ്ഞും പതുങ്ങിയിരിഞ്ഞും ഒക്കെ കൊല്ലണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ശുദ്ധമായ മാസങ്ങൾ മാറിക്കഴിഞ്ഞാൽ പതുങ്ങിയിരുന്നു, ഒളിഞ്ഞിരുന്നൊക്കെ കൊല്ലുക. ഒരു സക്കാത്ത് കൊടുക്കുകയും സദക്ക കൊടുക്കുകയും നിസ്കരിക്കുകയും അള്ളാഹുവിനും പ്രവാചകനും അംഗീകരിക്കുന്നത് വരെ അവരെ അടുത്ത് യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മുസ്ലിം ആയി കഴിഞ്ഞാൽ രക്ഷയുള്ളൂ, ഇതിൽ വേറെ ഇതൊന്നുമില്ല. ഇനി അതിന് ശേഷം അവർ പറയുന്നുണ്ട് കോണ്ടെക്സ്റ്റ് നോക്കുന്നത്. ഇത് കോണ്ടെക്സ്റ്റിലൊന്നും അല്ല. ജീവിതകാലം ഖുറാനിലെ തൗബ എന്ന് പറയുന്ന സൂറത്ത് നബി അവസാനമായിട്ട് ഹജ്ജത്തുൽ വിദായിൽ അവസാന പ്രസംഗത്തിൽ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സൂറത്താണ്. അത് കാലാകാലങ്ങൾ മുസ്ലിങ്ങൾക്കുള്ളതാണ്. മുസ്ലിങ്ങൾ ഷിർക്കുകളോട് ഒരു അമുസ്ലിം രാജ്യത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുസ്ലിം രാജ്യം ആവുന്നത് വരെ അവിടെ തക്കിയ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് മുസ്ലിം രാജ്യം ആയിക്കഴിഞ്ഞാൽ ഈ കൊല്ലുന്ന പരിപാടികളിൽ ഏർപ്പെടുകയും ആണ് ചെയ്യേണ്ടത്. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഇതിന് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോട് സന്ധിയിൽ ഏർപ്പെട്ടവർ കാഫിറുകളായിട്ട് നിങ്ങൾ എഗ്രിമെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ സന്ധിയും കോപ്പൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സന്ധി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുക,
എന്നിട്ട് രാജ്യം പിടിച്ചടക്കാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സന്ധി എന്ന് പറയുന്നത് ശരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ സന്ധിയായിട്ടാണ് കാണുന്നത്. അതാണ് ഈ സന്ധി എന്ന് പറയുന്നത്. കാഫിറായിട്ടുള്ള സന്ധിയാണ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ. പിന്നെ ഇസ്ലാമിക രാജ്യം ആയിക്കഴിഞ്ഞാൽ 9-5 അവിടെ നടപ്പിലാവും. 9-6 നമ്മളിപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ, ലോകത്തുള്ള മുസ്ലിങ്ങൾ, ഇസ്ലാം രാജ്യത്ത് അല്ലാത്ത മുസ്ലിങ്ങളൊക്കെ 9-6 വെച്ചിട്ടാണ് ജീവിക്കുന്നത്. സന്ധികൾ ഏർപ്പെട്ടിരിക്കുകയാണ്, ഒരു ടെമ്പററി അഗ്രിമെൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-5, അതായത് ഇസ്ലാമിക രാജ്യം ആയിക്കഴിഞ്ഞാൽ 9-5 ഒളിഞ്ഞിരിഞ്ഞും പതുങ്ങിയിരിഞ്ഞും മുശ്രിക്കുകളെ കൊല്ലുക എന്നുള്ളതാണ്. കാഫിറുകൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, മുർത്തതുകളെയും കൊല്ലണം, അത്തയിസ്റ്റുകളെയും കൊല്ലണം എന്ന് കൊല്ലുന്ന ഒരു രീതിയാണ് പിന്നെ ബുഖാരി 6922 പറയുന്നത്. പക്ഷേ മുർത്തതുകളെ കൊല്ലണം എന്നാണ് നിർബന്ധം പറയുന്നത്, എക്സ് മുസ്ലിംസിനെ കൊല്ലണം എന്നാണ്. പിന്നെ മുശ്രിക്കുകളുടെ കാര്യം ഇങ്ങനെയാണ്. പിന്നെ കാഫിറെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ പറയുന്നത് പിന്നെ ദ പീപ്പിൾ ഓഫ് ദി ബുക്ക് എന്നുള്ളതാണ്. അത് അഹ്ലു കിതാബ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇവരും സത്യനിഷേധികൾ തന്നെയാണ് എന്ന്, കാഫിറുകളെ ഗണത്തിൽപ്പെടുന്നവർ തന്നെയാണ് എന്ന് തന്നെയാണ് ജനറൽ കൺസെൻസസ് ഉള്ളത്. പക്ഷേ ഇവർ അഹ്ലു കിതാബാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സത്യം ഇതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഖുർആൻ തുടക്കത്തിൽ തന്നെ ഫാത്തിഹ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഓപ്പണിംഗ് എന്നുള്ളതാണ്, തുടക്കത്തിലുള്ള സൂറത്താണ്. അതിൽ അവസാനത്തെ ആയത്ത്, 7ാമത്തെ ആയത്താണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, ആരൊക്കെ മാർഗത്തിലല്ലാതെ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അതായത് അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായവരുടെയും, വലല്ലാലീൻ, വഴി പിഴച്ചവരുടെയും അല്ലാത്ത മാർഗത്തിലൂടെ. ഇതിൽ ശാപത്തിന് ഇരയായവരാണ് ജൂതന്മാർ. പിന്നെ വലല്ലാലീൻ, വലല്ലാലീൻ, വഴി പിഴച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഇത് തഫ്സീർ, അതായത് ഖുറാൻ്റെ എക്സ്പ്ലനേഷൻസിനാണ് തഫ്സീർ എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ തഫ്സീറിലും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മുശ്രിക്കുകളുടെ കാര്യത്തിലും കാഫിറുകളുടെ കാര്യത്തിലും വേറൊരു കാര്യം കൂടിയുണ്ട്. മുശ്രിക്കുകളുടെ കാര്യത്തിൽ 9:28, അതായത് തൗബ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതിൽ 9, ഈ ഞാൻ പറഞ്ഞ മുശ്രിക്കുകളെ കൊല്ലണം എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ പറയുന്നതാണ് 9:28. 28ാമത്തെ ആയത്തിൽ പറയുന്നത് മുശ്രിക്കുകളെ ഈ ദിവസത്തിന് ശേഷം കാഫിറുകളെ മക്കയിൽ കയറ്റാൻ പാടില്ല, അതായത് പരിശുദ്ധ സ്ഥലങ്ങളായിട്ടുള്ള മക്കയിലും അതിലും കയറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മക്കയിലും അതിലെത്തുന്നതിന് മുന്നൊരു ബോർഡുണ്ട്. ഇപ്പോഴും സൗദി അറേബ്യയിൽ അതുണ്ട്. അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിനപ്പുറത്തോട്ട് പിന്നെ അതായത് ആ ബോർഡിനപ്പുറത്തോട്ട് മക്കയും മദീനയാണ്, അപ്പുറത്തോട്ട് കാഫിറുകൾ കയറാൻ പാടില്ല എന്നവിടെ പച്ച അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറത്ത്, ഈ 28-29 അടിസ്ഥാനത്തിൽ തന്നെയാണ് കാഫിറുകളെ നജിസ്, അതായത് മൂത്രവും മലവും പോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവരെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല പള്ളികളിലും അവിടെ കയറ്റാത്തത് ഇസ്ലാമിക നിയമപ്രകാരം. പിന്നെ വെള്ള പൂശിയിട്ട് മുസ്ലിം ഭയങ്കര നല്ലതെന്ന് കാണിക്കാൻ വേണ്ടി പലരും ഇവിടെ കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ അതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത്, അപ്പോൾ ഈ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ റിപ്പോർട്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. പിന്നെ ഫിഖ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഖുർആനിൽ. അത് ഇസ്ലാമിൽ അത് ഈ ധർമ്മശാസ്ത്രം എന്നുള്ള സംഭവമാണ്. അതായത് കർമ്മശാസ്ത്രമാണ്. അത് ഈ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടെന്നുള്ള സംഭവങ്ങളാണ്. അതാണ് സംഭവം. ഇനി ഖുറാനിൽ പറയുന്ന കാര്യങ്ങളാണ്. ഖുറാനിൽ നരകത്തിനെ പറയുന്നത് ജഹന്നം, നാർ എന്നുള്ള വാക്കുകളിലാണ് പറയപ്പെടുന്നത്. നാർ എന്ന് സത്യം പറഞ്ഞാൽ ഫയർ എന്നുള്ളതാണ്. അപ്പോൾ ജഹന്നമും നരകവും എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ചിലപ്പോൾ ഈ നാർ എന്നുള്ള പറയുമ്പോഴും നരകവുമായിട്ട് കൂട്ടിയിണക്കിയിട്ട് പറയാറുണ്ട്. പിന്നെ ജന്നത്ത് എന്നുള്ളതാണ് ഖുറാനിൽ പറയുന്നത് സ്വർഗം എന്നുള്ളത്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലം. ഈ നമ്മുടെ ഹൂറികളും പിന്നെ ബാലന്മാരൊക്കെ ചായയും കാപ്പിയൊക്കെ കൊടുക്കാൻ നിൽക്കുന്ന സംഭവം അവിടെയാണുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഹൂറന്മാരില്ല കേട്ടോ, ഹൂറിമാർ മാത്രമേ ഉള്ളൂ, ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് ആരുമില്ല. എനിവേസ്, അവസാനമായിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഖുറാനിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഒമ്നി ബെനവലൻ്റ് ആണ്. അതായത് റഹ്മാനാണ്, പരമകാരുണികനാണ്, റഹീമാണ്, കരുണാനിധിയാണ്,
വദൂദാണ്, സ്നേഹശീലനാണ്, സ്നേഹസമ്പത്തുള്ള ആളാണ്. ഖുറാനിൽ പറയുന്ന ദൈവം ഇതേ സമയത്ത് തന്നെ ഒമ്നി പൊട്ടൻ്റാണ്. അതായത് ജബ്ബാർ അൽ മുതക്കബിർ. ജബ്ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായി ശിക്ഷിക്കുന്നവൻ എന്നുള്ള ഒരു അർത്ഥമാണ്. മുതക്കബിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാംഭീര്യമുടയവൻ എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഖുറാനിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. അതിൽ അള്ളാഹു സ്വമത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് അള്ളാഹു നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായ ആരുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നതല്ല, തെളിയിക്കപ്പെടുന്നത് അല്ലാഹു എന്ന് പറയുന്ന ദൈവം ഒമ്നിപൊട്ടൻ്റാണ് എന്നുള്ളതാണ്. എല്ലാത്തിനും സർവശക്തനാണെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ഖുറാനിൽ പറഞ്ഞ അതേ ദൈവം തന്നെ ഒമ്നിസിയൻ്റാണ്. അതായത് അലീം, എല്ലാം അറിവുള്ളവനാണ്. അപ്പോൾ ഈ അലീം എന്നുള്ള അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ ചില നാമങ്ങളാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ട നാമങ്ങൾ. അപ്പോൾ ഈ അള്ളാഹു അലീമാണ്, ഒമ്നിസിയൻ്റാണ്, എല്ലാം അറിവുള്ളവനാണ്. ജബ്ബാർ, ഒമ്നി പൊട്ടൻ്റാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതേ സമയത്ത് തന്നെ അള്ളാഹു സ്നേഹശീലനാണ്, വദൂദാണ്, റഹ്മാനാണ്, പരമകാരുണികനാണ്, റഹീമാണ്, കരുണാനിധിയാണ്. ഇതൊക്കെ ആയിട്ടാണ് ഇവിടെ പടച്ചോൻ എന്ത് ചെയ്യുന്നത്, ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ ജനിപ്പിക്കുകയും എന്നിട്ട് അവരൊക്കെ നരകത്തിലിടാൻ വേണ്ടി ജനിപ്പിക്കുന്നു, എന്നെ മുസ്ലിങ്ങളെ ജനിപ്പിക്കുന്നു ഓരോ സ്വർഗത്തിലിടാൻ വേണ്ടി. അപ്പോൾ ശരിക്കും ഈ ദൈവം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് താനും, ഖുറാനിൽ പറയുന്നതാണ് ദൈവം ഇതൊക്കെയാണ് താനും, എന്നാൽ ഈ ദൈവം പിന്നെ എല്ലാത്തിനും ശക്തനായിട്ടാണ് ഈ ഇത്രയും ആൾക്കാരെയൊക്കെ ജനിപ്പിച്ചിട്ടത്, ഷിർക്കുകളെയും കാഫിറുകളൊക്കെ ജനിപ്പിച്ചത്. അപ്പോൾ എന്നിട്ട് അവരെ നരകത്തിലിടാൻ വേണ്ടി ജനിപ്പിക്കുന്നു ഈ ഒബ്നിമലവലൻ്റ് ആയിട്ടുള്ള ദൈവം. ഒമ്നിപൊട്ടൻ്റാണ് ദൈവം, എന്നിട്ട് ഒബ്നിമലവലൻ്റ് ആയിട്ടുള്ള ദൈവമാണ് ഈ, അതായത് റഹ്മാനും റഹീമും വദൂദായിട്ടുള്ള ദൈവമാണ് ഇവരൊക്കെ നരകത്തിലിടുന്നത്. എന്ത് അനീതിയാണിത്, അക്രമമാണിത്. അസീസ് എന്നുള്ള വേറെ പേരും കൂടി ഉണ്ട് അള്ളാഹുവിന്. അസീസ് എന്ന് പറഞ്ഞാൽ നീതിമാൻ എന്നുള്ളതാണ് അർത്ഥം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. അള്ളാഹു എന്ന് പറയുന്ന ആൾ ജബ്ബാറും മുത്തകബ്ബിറാണെന്നുണ്ടെങ്കിൽ, സ്വമദാണെന്നുണ്ടെങ്കിൽ അയാൾ വദൂദല്ല. കാരണം വദൂദാണെന്നുണ്ടെങ്കിൽ, റഹ്മാൻ റഹീം ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇവരെ ജനിപ്പിക്കൂലായിരുന്നു. ഇങ്ങനെ എല്ലാവരും മുസ്ലിമായിട്ട് എല്ലാവരും സ്വർഗത്തിലാക്കുന്ന രീതിയിൽ ജനിപ്പിക്കുള്ളായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അയാൾ എന്താണ്, ഒമ്നിപൊട്ടൻ്റ് അല്ല. അപ്പോൾ ഒമ്നിസിയൻ അലീമാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് ജനിക്കുക എന്ന് ആ അള്ളാഹുവിനെ അറിയേണ്ടതാണ്. അപ്പോൾ അറിയുന്ന ആൾ, എല്ലാത്തിനും കഴിവുള്ള ആൾ ഇവരെ ഇങ്ങനെ ജനിപ്പിക്കുകയും ചെയ്തു, എന്നിട്ട് ഇവരൊക്കെ നരകത്തിലിടുകയാണ്. അപ്പോൾ അയാൾ എന്താണ്, ഒമ്നി ബെനവലൻ്റ് അല്ല. ഇനി ഒമ്നി ബെനവലൻ്റ് ആണെങ്കിൽ അയാൾ ഒമ്നിപൊട്ടൻ്റ് അല്ല, ഒമ്നിസിയൻറ്റും അല്ല. അല്ലെങ്കിൽ ഒമ്നിസിയൻ്റ് അല്ല, ഒമ്നിപൊട്ടൻ്റ് ഒമ്നിബെനവലൻ്റ് മാത്രമാണ്. എന്നാൽ പിന്നെ ഇതെല്ലാം അള്ളാഹു ആണെന്ന് പറയുന്നുണ്ട്. ഖുറാൻ പറയുന്ന അച്ചടിയാണ്, അത് കാലാകാലങ്ങൾക്കുള്ളതാണ്, അതിൽ തെറ്റുമില്ല എന്നാണ്, വേദഗ്രന്ഥമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ കോൺട്രാഡിക്ഷൻ, ഇസ്ലാമിൻ്റെ ഒക്സൈമോറോൺ എന്ന് പറയുന്ന സാധനം. ഇസ്ലാമിൻ്റെ മൊറാലിറ്റി ഇവിടെയാണ് ഹ്യൂമൻ മൊറാലിറ്റിക്ക് എതിരാണെന്ന് ഞാൻ പറയുന്നത്. ഇസ്ലാമിൻ്റെ ഹ്യൂമാനിസം, ഇസ്ലാം മനുഷ്യത്വവും പരസ്പര വിരുദ്ധമാണെന്ന് ഇവിടെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നിങ്ങളടുത്ത് വരുന്ന ദാവാ പ്രവർത്തകരോട് ഇത് പച്ചക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് തന്നെ ഇസ്ലാം പൊളിയുന്നതാണ്. പിന്നെ ഇവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, വേറെ കാര്യം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു നരേറ്റീവ്, നിങ്ങൾക്കൊരു അറിവ്, ബേസിക് അറിവ് ഇതിനെ പറ്റിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദവാപ്രവർത്തകരുടെ വഴിയിൽ പെടില്ല. നിങ്ങൾക്ക് പിന്നെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാവും, ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് അറിയപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. ഇത് വീണ്ടും നല്ല കാര്യങ്ങളുള്ളൊരു ചാനലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കമൻറ്റിൽ ഡിസ്കസ് ചെയ്യുക. ആ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുന്നതാണ്. അതിൻ്റെ ചർച്ചകൾ നമുക്ക് ഏർപ്പെടാവുന്നതാണ്. അപ്പോൾ തിരുമ്പി സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം.